Class 8 पिता का प्रायश्चित. If you want more videos, please write which class and chapter name in comment box. വീഡിയോ തുടങ്ങാം. ഇതൊരു സംസ്മരണമാണ്, അതായത് ഓർമ്മക്കുറിപ്പ്. അരുൺ ഗാന്ധിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഉസ് സമയ മേ 16 ബരസ് കാ ഥാ. ആ സമയത്ത് ഞാൻ 16 വയസ്സുകാരനായിരുന്നു. और अपने माता पिता के साथ दक्षिण अफ्रीका में डरबन से करीब 18 मील दूर एक आश्रम में रहता था. ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ ദക്ഷിണാഫ്രിക്ക സൗത്ത് അഫ്രിക്കയിലെ ഡർബൻ എന്ന സ്ഥലത്തിൽ നിന്ന് 18 മീൽ ദൂരം ഒരു ആശ്രമത്തിലാണ് താമസിച്ചിരുന്നത്. ആശ്രം കോ മേരെ ദാദാജി മഹാത്മാഗാന്ധിനെ സ്ഥാപിത് കിയാ ഥാ. ഈ ആശ്രമം എൻ്റെ മുത്തശ്ശനായ അച്ഛച്ചനായ മഹാത്മാഗാന്ധിയാണ് സ്ഥാപിച്ചത്. അരുൺ ഗാന്ധി എന്നത് മഹാത്മാഗാന്ധിയുടെ ചെറുമകനാണ്. ആശ്രം ദൂർ ദരാജ് കെ ഇലാക്കെ മേ ഥാ. ദൂർ ദരാജ് എന്ന ദൂരെയുള്ള ഇലാക്ക പ്രദേശം. ആശ്രമം ദൂരെയുള്ള ഒരു പ്രദേശത്തായിരുന്നു. വഹാ ദൂർ ദൂർ തക് ബസ് ഗന്നെ കെ ഖേത് थे. അവിടെ ആകെ ബസ്സും ഷുഗർ കേനിൻ്റെ പാടങ്ങൾ മാത്രമായിരുന്നു. शहर से बहुत दूर रहने के कारण वहाँ हमारे कोई पड़ोसी नहीं थे. ടൗണിൽ നിന്നും ദൂരെ താമസിക്കുന്ന കാരണം ഞങ്ങളുടെ അടുത്ത് ആരും നെയ്ബേഴ്സും ഉണ്ടായിരുന്നില്ല. പടോസി എന്നാൽ നെയ്ബേഴ്സ്. इसलिए मैं और मेरी 2 बहनें हमेशा शहर जाने के इंतज़ार में रहते थे. അത് കാരണം ഞാനും എൻ്റെ സഹോദരിമാരും എപ്പോഴും ടൗണിൽ പോകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരുന്നു. ഹം ഷെഹർ ജാനെ കെ ഹർ മൗക്കെ കി തലാഷ് മേ രഹത്തെ. ഞങ്ങൾ ടൗണിൽ പോകാനുള്ള എല്ലാ അവസരങ്ങളും നോക്കിക്കൊണ്ടിരിക്കും. ജിസ്സെ ഹം അപ്നെ മിത്രോं से मिल सके. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടുകാരെ കാണാനും പറ്റും. और साथ ही वहाँ के सिनेमा घर में फिल्म देख सके. അതോടൊപ്പം തന്നെ നമ്മൾക്ക് അവിടുത്തെ സിനിമാ ഹാളിൽ പോയിട്ട് സിനിമയും കാണാൻ പറ്റും. एक दिन पिताजी ने मुझसे कहा कि मैं उन्हें कार से शहर ले जाऊं. ഒരു ദിവസം എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അവരെ കാറിൽ ടൗണിലേക്ക് കൊണ്ടുപോകണമെന്ന്. ഉൻകി വഹാ പൂരെ ദിൻ കി ഏക് മീറ്റിംഗ് थी. അവിടെ അവരുടെ ഒരു ദിവസം മുഴുവനുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മുझे ऐसे ही मौके की तलाश थी. എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു കാത്തിരിപ്പ്. क्योंकि मैं शहर जा रहा था माँ ने मुझे सामान लाने की एक लंबी लिस्ट थमा दी. ഞാൻ ടൗണിലേക്ക് പോണ കാരണം അമ്മ എനിക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു നീണ്ട ലിസ്റ്റ് എൻ്റെ കയ്യിൽ തന്നു. ഷെഹർ മേ മുझे പൂരാ ദിൻ ബിതാനാ ഥാ. ടൗണിൽ എനിക്ക് മുഴുവൻ ദിവസവും ചെലവഴിക്കാനായിരുന്നു. इसलिए पिताजी ने मुझसे वहाँ कई बकाया कामों को पूरा करने को कहा. അത് കാരണം അച്ഛൻ എനിക്ക് പല പണികളും പൂർത്തിയാക്കാൻ വേണ്ടി തന്നിരുന്നു. इसमें कार की सर्विसिंग भी शामिल थी. അതിൽ കാറിൻ്റെ സർവീസിങ്ങും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. मैंने पिताजी को मीटिंग की जगह पर छोड़ा तो उन्हें मुझे 5 बजे ही वहीं आ जाने को कहा. ഞാൻ അച്ഛനെ മീറ്റിംഗിൻ്റെ സ്ഥലത്ത് വിട്ടപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് 5 മണിക്ക് വരാൻ വേണ്ടി പറഞ്ഞു. बताए गए कामों को फटाफट निपटाने के बाद मैं झट से सिनेमा घर में घुस गया. പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഫട്ടാഫട്ട് നിപ്റ്റാന പെട്ടെന്ന് തന്നെ തീർത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് സിനിമാ ഹാളിലേക്ക് കയറി. वहाँ जॉन बेन की एक दिलचस्प फिल्म देखते देखते मुझे समय का बिल्कुल ध्यान नहीं रहा. അവിടെ ജോൺ ബെന്നിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫിലിം കണ്ട് എനിക്ക് സമയം പോയത് ഞാൻ അറിഞ്ഞതേയില്ല. और जब ध्यान आया तब तक शाम के 5:30 बज चुके थे. എപ്പോഴാണ് ശ്രദ്ധ വന്നത് അപ്പോഴേക്കും അത് വൈകുന്നേരത്തെ 5:30 മണി ആയിട്ടുണ്ടായിരുന്നു. 5:30.
मैं झटपट गैरेज पहुंचा। ഞാൻ പെട്ടെന്ന് തന്നെ ഗാരേജ് എത്തി. वहाँ से कार लेकर जब मैं पिताजी के पास पहुंचा तब तक शाम के 6 बज चुके थे. ഗാരേജിൽ നിന്നും കാർ എടുത്തിട്ട് അച്ഛൻ്റെ അടുത്തെത്തുമ്പോഴേക്കും വൈകിട്ട് 6 മണി ആയിട്ടുണ്ടായിരുന്നു. പിതാജി ബേസബ്രി സെ മേരാ ഇന്തസാർ കർ രഹേ थे. ബേസബ്രി അക്ഷമനായിട്ട് അല്ലെങ്കിൽ ഈഗർലി. അച്ഛൻ ഈഗർലി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കാത്തിരിക്കുകയായിരുന്നു എന്നെ. ഉൻഹോനെ ഉത്സുക്താപൂർവക് പൂച്ച. അദ്ദേഹം ആകാംക്ഷയോടെ ചോദിച്ചു, തും ലേറ്റ് ക്യൂ ഹുവേ, നീ എന്താ ലേറ്റ് ആയത് എന്ന്. ഉൻഹെ യേ ബതാത്തെ ഹുവേ മുझे बहुत शर्म आई कि, എനിക്ക് അദ്ദേഹത്തോട് പറയാൻ നാണം വന്നിരുന്നു. शर्म നാണം. कि मैं ജോൺ ബെൻ की एक पश्चिमी फिल्म देख रहा था. പശ്ചിമി പാശ്ചാത്യം അല്ലെങ്കിൽ വെസ്റ്റേൺ മൂവി, ഇംഗ്ലീഷ് മൂവി. അപ്പോൾ ഞാൻ ജോൺ ബെന്നിൻ്റെ ഒരു മൂവി കാണാൻ പോയിരിക്കുകയായിരുന്നു എന്ന് പറയാൻ എനിക്ക് അച്ഛനോട് പറയാൻ നാണം ആയിരുന്നു. इसलिए मैंने कह दिया कि कार तैयार नहीं थी इसलिए मुझे वहाँ देर हो गई. അപ്പോൾ ഞാൻ പറഞ്ഞു കാറ് കിട്ടാൻ വൈകി, അപ്പോൾ എനിക്കും വൈകിപ്പോയി. मुझे इस बात का कोई अंदाज़ा नहीं था कि, എനിക്ക് ഈ ഒരു കാര്യം അന്താസ ഐഡിയ, എനിക്ക് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. कि पिताजी पहले ही गैरेज को फ़ोन कर चुके थे. ആദ്യം തന്നെ അച്ഛൻ ഗാരേജിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. और असलियत से वाकिफ़ थे. സത്യം, അസ്ലിയത്ത് സത്യം, വാക്കിഫ് അറിയാമായിരുന്നു. അദ്ദേഹത്തിന് സത്യം അറിയായിരുന്നു എന്ന് എനിക്ക് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. വേ മേരെ झूठ को जान चुके थे. ഞാൻ കള്ളമാണ് പറഞ്ഞത് എന്ന് അച്ഛൻ അറിയായിരുന്നു. पर बोले, പക്ഷേ എന്താ പറഞ്ഞ അച്ഛൻ. जिस तरह से मैंने तुम्हें बड़ा किया है उसमें मुझसे कोई भारी चूक हुई है. ഭാരി ചൂക്ക് വലിയ വീഴ്ച അല്ലെങ്കിൽ വലിയ തെറ്റ്. ഞാൻ എങ്ങനെയാണോ നിന്നെ വളർത്തിയത് അതിൽ എനിക്ക് വലിയൊരു തെറ്റ് സംഭവിച്ചു അല്ലെങ്കിൽ വലിയ വീഴ്ച സംഭവിച്ചു. मैंने तुम्हें सच बोलने का आत्मविश्वास नहीं दिया है. ഞാൻ നിനക്ക് സത്യം പറയാനുള്ള ആത്മവിശ്വാസം തന്നിട്ടില്ല അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് തന്നിട്ടില്ല. अब मैं घर तक की 18 मील की दूरी पैदल चलकर ही तय करूँगा. ഇനി ഞാൻ വീട്ടിലേക്കുള്ള 18 മീലും നടന്നുകൊണ്ട് തന്നെ മുഴുവനാക്കുള്ളൂ. അത് തേക്ക് കറുങ്ക പറഞ്ഞാൽ ഡിസൈഡ് ചെയ്തു, അച്ഛൻ തീരുമാനിച്ചു. അച്ഛൻ തിരികെ വീട്ടിലേക്ക് പോണത് നടന്നുകൊണ്ടായിരിക്കും. ये कहते हुए सूट बूट पहने पिताजी ने चलना शुरू किया. ഇത് പറഞ്ഞുകൊണ്ട് സൂട്ടും കോട്ടും ഇട്ട അച്ഛൻ നടക്കാൻ തുടങ്ങി. अंधेरा हो चुका था और ज़्यादातर रास्ता कच्चा था. ഇരുട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ വഴികളൊക്കെ കച്ച എന്നത് മണ്ണും കല്ലുമുള്ളതായിരുന്നു. സഡക് സുൻസാൻ थी. സുൻസാൻ ആരുമില്ലാത്ത വിജനമായ ഒരു വഴിയായിരുന്നു. और वहाँ कोई रोशनी भी नहीं थी. അവിടെ ലൈറ്റും ഉണ്ടായിരുന്നില്ല. मैं पिताजी को अकेला नहीं छोड़ सकता था. എനിക്ക് അച്ഛനെ തനിയെ വിടാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. इसलिए 5.5 घंटे तक मैं उनके पीछे धीमी गति से कार चलाता रहा. അത് കാരണം 5.5 മണിക്കൂർ ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ധീമി ഗതി ഭയങ്കര സ്ലോ സ്പീഡിൽ കാറ് ഓടിച്ചുകൊണ്ടിരുന്നു. और मेरे झूठ पर पिताजी को प्रायश्चित करते हुए देखते रहा. എൻ്റെ കളവ് കാരണം അച്ഛനാണ് പ്രായശ്ചിത്തം ചെയ്യുന്നത് എന്ന് എനിക്ക് കാണേണ്ടി വന്നു. उस दिन मैंने जीवन का एक अहम निर्णय लिया. അന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ എടുത്തു. मैं कभी भी झूठ नहीं बोलूँगा. ഞാൻ ഒരിക്കലും കള്ളം പറയില്ല എന്ന്. मैं अक्सर इस घटना के बारे में सोचता हूँ. ഞാൻ വല്ലപ്പോഴൊക്കെ ഈ ഒരു സംഭവം നടന്നതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. अगर पिताजी ने मुझे अन्य पालकों की की तरह सजा दी होती तो क्या मैंने कोई सबक सीखा होता. अन्य पालकों പറഞ്ഞാൽ മറ്റുള്ളവരെ പോലെ.
അച്ഛൻ എനിക്ക് മറ്റുള്ളവരെ പോലെ പണിഷ്മെൻറ്റ് തന്നിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും പാഠം പഠിക്കുകയായിരുന്നോ? സബക് സീഖാ ഹോത്ത? ഷായദ് നഹി, ചിലപ്പോൾ ഇല്ല. സജാ രഹനെ കെ ബാദ് ഭി मैं शायद झूठ बोलने के लिए अपनी आदत नहीं बदलती होती. പണിഷ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടും ചിലപ്പോൾ ഞാൻ കള്ളം പറയുന്ന എൻ്റെ ആ ശീലം വിടായിരുന്നില്ല. परंतु इस अहिंसक घटना का मेरे ऊपर बहुत गहरा असर हुआ. അഹിംസാപരമായ, അതായത് അടിക്കും ചീത്തപ്പറയും ഒന്നും ഇല്ലാണ്ട് തന്നെ അച്ഛൻ എനിക്ക് തന്ന പണിഷ്മെൻറ്റിൽ എനിക്ക് ഗഹര അസർ, ആഴത്തിലുള്ള ഒരു മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. മുझे लगता है जैसे ये घटना कल ही घटी हो. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഈ സംഭവം ഇന്നലെ എന്തോ ആണ് സംഭവിച്ചത് എന്ന്. അഹിംസ കി യഹി ശക്തി ഹെ, അഹിംസയുടെ ഇത് തന്നെയാണ് ശക്തി. നമ്മൾ അടിച്ചിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ അല്ല മറ്റുള്ളവരുടെ അല്ലെങ്കിൽ കുട്ടികളുടെ സ്വഭാവം മാറ്റേണ്ടത്. അത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ വേണം അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്.